കുറേ ദിവസമായി തുടരും മൂവിക്ക് പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് രാവിലെ എണീച്ചപ്പം അത് കൺഫേം ആക്കിയിട്ടാണ് എണീച്ചത്. അപ്പോൾ ഏട്ടൻ രാവിലെ എണീറ്റ് തേക്കുന്നൊക്കെ ഉണ്ട്. മോനെ നമ്മൾ ചേച്ചിനെ വീട്ടിലാക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. അമ്മേനെ അനിയത്തിൻ്റെ വീട്ടിലിറക്കി വിടാനുണ്ട്. അപ്പോൾ അമ്മ പൂർണ്ണില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങൾ കുറേ ചോദിച്ചു. അപ്പോൾ അമ്മ പൂർണ്ണില്ല എന്നാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ പോണ വഴിയിൽ മുഴുവൻ മരം വീണതും അതും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല പേടിയുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ വലിയ കുഴപ്പമില്ലാതെ പോയി പോന്നു കേട്ടോ. അങ്ങനെ വലിയൊരു ശക്തിയായിട്ടുള്ള മഴയൊന്നും പെയ്തിട്ടില്ലായിരുന്നു ആ ഒരു സമയത്തൊന്നും. ഞങ്ങൾ തിയേറ്ററിൽ കയറാൻ പോയ സമയത്താണ് ഭയങ്കരമായിട്ട് മഴ പെയ്തത്. അപ്പോഴത്തേക്കും നമ്മൾ പിന്നെ തിയേറ്ററിൽ എത്തിയല്ലോ. പടം കാണുമ്പോൾ എൻ്റെ മനസ്സിലായി ചെക്കൻ എന്താ എടുക്കുന്നത് എന്നുള്ളൊരിതായിരുന്നു. പക്ഷേ എന്നാലും എനിക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ചേച്ചിൻ്റെ കുട്ടിക്കും ഞാൻ പിന്നെ കൂടെ ഭയങ്കര കംഫർട്ടാവുള്ളൂ. ഒരു രണ്ടാളും ഭയങ്കര സിങ്ക് ആയതുകൊണ്ട് അവിടെ കളിച്ചിരിക്കായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ചേച്ചി ഓരോ വീഡിയോസ് അയക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പടം കണ്ട് ഞങ്ങൾ നേരെ നെഹദിയിലേക്കാണ് പോയത്. അവിടുന്ന് മന്തി കഴിച്ചു. അപ്പം നല്ല മഴയായിരുന്നു. അപ്പം നല്ല വൈബ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ആ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി പിന്നെ മഴയൊക്കെ തുറന്നു. അങ്ങനെ ഞങ്ങൾ പോരുന്ന വഴിക്ക് മോനെ ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് കൂട്ടി. അപ്പോഴൊക്കെ ഭയങ്കര മഴ ആയതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഓനെ കൂട്ടിയിട്ട് നമ്മൾ ഓനൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാനുണ്ടായിരുന്നു. രാവിലെ മുതൽ അച്ഛനും അമ്മേനൊക്കെ കാണാതെ പെട്ടെന്ന് കണ്ടപ്പോൾ ഓന് ഭയങ്കര സന്തോഷമായി. പിന്നെ ഏട്ടൻ ഓനൊന്ന് ഇഷ്ടമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ജസ്റ്റ് സ്റ്റിയറിംഗിൻ്റെ അവിടെ ഒന്ന് വെച്ച് കളിപ്പിച്ചു. അപ്പോൾ ഓന് ഹാപ്പി. ഇന്നത്തെ ദിവസം ഞങ്ങൾ ഹാപ്പി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ അടുത്ത